ഇന്ന് എൻ്റെ ക്ഷമ പരീക്ഷിച്ചൊരു ദിവസമായിരുന്നു. നമ്മൾ നോർമൽ അംബ്രല്ല ടോപ്പിലും അത് തെക്കാനായിട്ട് രാവിലെ തലയിൽ എണ്ണയും തേച്ചിട്ട് ഇരുന്നതാണ് ഞാൻ. ഉച്ചയായിട്ടും ഈവനിങ് ആയിട്ടും ഈ സാധനം ഞാൻ തെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ ഫുൾ സ്ലീവ് വെച്ച് സ്ലിറ്റൊക്കെ ആയിട്ട് ഒരു റെഡ് കളർ ടോപ്പ് ഇട്ട് ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ അതിൻ്റെ സെയിം കളറാണ് ഇതെന്ന് തോന്നിപ്പോകും. പക്ഷേ അത് റെഡ് ആണെങ്കിൽ ഇത് വൈൻ ഷെയ്ഡാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ ടൈലേഴ്സ് നോർമൽ ടോപ്പിനേക്കാളും ഈ അംബ്രല്ല ടോപ്പിനേക്ക് ഇത്ര കാശ് കൂട്ടി വാങ്ങുന്നതെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം മനസ്സിലായി. കാരണം അത്രയ്ക്ക് എഫേർട്ടും ടൈമും വേണം കേട്ടോ. ഞാൻ ഒരു വട്ടമൊക്കെ തെച്ച് ഒന്നും മെനയില്ലാതെ തോന്നിയപ്പോൾ വീണ്ടും തയ്യലൊക്കെ കഴിച്ച് വീണ്ടും തെച്ച് അങ്ങനെ കുറേ സമയമെടുത്താണ് ഈ സാധനം ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കും പിന്നെ ഫുൾ സ്ലീവ് എന്ന് പറയുമ്പോൾ കയ്യിൽ ഇങ്ങനെ ചുരുക്കൊക്കെ വരത്തില്ലേ, പുഷ് ടൈപ്പ്, അങ്ങനെയൊക്കെ വെച്ച്. പക്ഷെ സിബ്ബൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിനായതുകൊണ്ട് കുറച്ചൊന്ന് ഇതാക്കാമെന്ന് കരുതി. പിന്നെ നന്നായിട്ട് വരുവാണെങ്കിൽ വേറെ മെറ്റീരിയൽ നല്ല രീതിയിൽ തെയ്ക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ തെയ്ക്കാനിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തയ്യൽ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണെന്ന്. അല്ല കേട്ടോ, ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചേച്ചിമാർ തെയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരെ ഓടിപ്പോകുന്ന അവരുടെ അടുത്താണ്. അവരാണെങ്കിൽ എനിക്ക് നല്ല വൃത്തിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, പിന്നെ ഞാൻ തെയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഒരു ഹെൽപ്പും വേണം. ഇതിൻ്റെ ലോങ് വീഡിയോ വേണം, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും പഠിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ.